അപ്പുറത്തെ വീട്ടിലേക്ക് കൂടുതൽ വലിച്ചു വെക്കാം. അന്നേരം കൊല്ലത്തിലേക്ക് എത്രയാണ് പൈസ? ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? സുഖമാണ്. ഇന്നത്തെ വീഡിയോയിൽ 2 ദിവസത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുമെന്നുള്ളവർ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളി. വീട്ടിലേക്ക് പുതിയൊരാളെല്ലാം വന്നിട്ടുണ്ട്. 3 പെട്ടിയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലേ, എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക, അല്ല ഇതൊക്കെ വലിയ ആനക്കാരിയാണോ എന്ന്. അങ്ങനെ ആനക്കാരിയല്ല, എനിക്കിപ്പോൾ ഞാൻ ഇതെടുക്കാൻ തോന്നിയത്. അപ്പം തന്നെ ഞാൻ അങ്ങ് എടുത്ത്. വേറൊന്നല്ല, വൈഫൈ അപ്പാ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊക്കെ ആനക്കാരിയാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുമെന്നല്ലേ. പിന്നെ ഞാൻ ഇന്നലെ ഒന്ന് വാരത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ മൊബൈൽ ഷോപ്പിന് അവരോട് ചോദിച്ച് ഒക്കെ ഇങ്ങനെ വൈഫൈ ഒന്ന് വിളിക്കണേനു ഒന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു ഒന്ന് വൈഫൈ എടുക്കണമെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ഏഷ്യാനെറ്റിൻ്റെ ഉണ്ട്, ജിയോൻ്റെ ഉണ്ട്, നിങ്ങൾ അവരായിട്ട് സംസാരിച്ചിട്ട് ഓക്കെ ആക്കിക്കൊന്നത്. അങ്ങനെ ഞാനെന്താ ഇത് എൻ്റെ അഭിപ്രായം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ വേഗം ഹസ്ബൻഡിന് ഇങ്ങനെ വോയിസ് ഇട്ട്, അനിയനോട് വോയിസ് ഇട്ട്, പിന്നെ അനിയന് പിന്നെ ഫുൾ ടൈം ഇങ്ങനെ ഓൺലൈനിൽ ഉണ്ടാകും. അപ്പോൾ അവൻ പറഞ്ഞാണ് ഇപ്പം എല്ലാവരും ചെയ്യാമെന്ന് തോന്നി വിളിക്കുന്നത്, അതിലാണ് നല്ല സ്പീഡ് എന്നെല്ലാം പറഞ്ഞു. അതിൽ കുറച്ച് ചാർജ് കൂടും, എന്നാലും അതിൽ എല്ലാം ഇൻക്ലൂഡായി, ടി വി എല്ലാം അടക്കം. പിന്നെ അങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചാൽ അവളും പറഞ്ഞ് ജിയോ എടുത്തോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തേ, ജിയോൻ്റെയാണ് എടുത്തത്. ഇന്നാണ് ഇതിൻ്റെ ഒരു സമയം ഒത്തു വന്നത്. 1 മാസത്തോളമായി ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പ്ലാനാക്കി വെച്ചിട്ട്. ഹസ്ബൻഡിനോട് ഹസ്ബൻഡ് പറഞ്ഞ് പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെയാണ് മൂപ്പർ പിന്നെ ഒന്നും പറയുകയൊന്നും ചെയ്യില്ല, മാഷാ അല്ലാ. ഇതിപ്പോൾ ഞാൻ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മറ്റേത് ചെയ്തിട്ട് എവിടെ ഏഷ്യുന്നില്ല. അതായത് 3 GB 449 റുപ്യൻ്റെയാണ് ഞാൻ ചെയ്യൽ. പിന്നെ അഥവാ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ടെങ്കിൽ എനിക്കത് പെട്ടെന്ന് തീരും. എന്നിട്ട് വീണ്ടും ഞാൻ 48 റുപ്യൻ്റെ വീണ്ടും എടുക്കും. മോൾക്കാണെങ്കിൽ 300 റുപ്യൻ്റെ 1.5 GB വേറെയും ചെയ്യുന്നുണ്ട്. അങ്ങനെ 1 മാസത്തേക്ക് എനിക്ക് എന്തായാലും 900 1000 എന്തായാലും ആകും. ഞാൻ പിന്നെ കൂടുതൽ അങ്ങനെ പൈസയൊന്നും അങ്ങനെ കൂടുതൽ കണക്കൂട്ടലില്ല, എന്തായാലും ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. 48 റുപ്യൻ്റെ ഞാൻ എടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ച് ഇതല്ലേ നല്ലത് എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതെടുത്തത്. ഇതാകുമ്പോൾ പിന്നെ എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാമല്ലോ, ഇത്ര എന്നുള്ളൊരു കണക്കൊന്നും ഇല്ലല്ലോ. ഇതിന് GST അടക്കം മാസത്തിൽ 710 വരാം. ഇതിപ്പോൾ ഞാൻ 3 മാസത്തേക്കാണ് എടുത്തത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആദ്യം 3 മാസത്തേക്ക് കൂട്ടിയിടാം, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മാസത്തിലാണെങ്കിൽ വീണ്ടും 210 വെച്ചിട്ട് അങ്ങനെ കൊണ്ടുപോവുക. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ വിളിച്ചത്, അല്ലെങ്കിൽ വിളിക്കൊന്നും ചെയ്യില്ല. ഇനി കുറച്ച് ഡ്രസ്സ് മെഷീനിലിടാനുണ്ട്, നിസ്കാരക്കുപ്പായ അലക്കാനുണ്ട്, ഇവിടെയൊക്കെ ഒന്ന് അടിച്ച് വരാനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. നിങ്ങൾ വിചാരിക്കുക, അല്ല ഇതെല്ലാം എന്തിനാണ് ഇവള് പിന്നെ ഇതിലൂടെ പറയുന്നത്, നമ്മളെ ലൈഫ് സ്റ്റൈൽ വ്ളോഗല്ലേ. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടന്റിനൊക്കെ ഭയങ്കര ക്ഷാമമാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡെയിലി വീഡിയോ ഇട്ടിട്ട് ഞങ്ങളൊക്കെ കാണൂലെന്ന്. ഡെയിലി വീഡിയോ ഇടാനുള്ള കണ്ടന്റ് വേണ്ട മക്കളെ, അതുകൊണ്ടാണ് 2 ദിവസം കൂടുമ്പോൾ ഇടുന്നത് കേട്ടോ. ഇനി നിങ്ങൾ ചോദിച്ച കാര്യത്തിനുള്ള മറുപടി തരാം. ഞാനിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം എൻ്റെ മനസ്സോട് സംസാരിക്കും. ഞാനിങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. നിങ്ങൾ ചോദിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്നും ചോദിച്ചിട്ടുണ്ട്, ഇന്നും ചോദിച്ചിട്ടുണ്ട്, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഇട്ടൂടെ എന്ന്. ഞാൻ അതിൽ വീഡിയോ കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് സമയം ഉണ്ടാവുക. നിങ്ങൾ എന്നെ ചിന്തിച്ച് നോക്കിയാടെ, ഇൻസ്റ്റയിൽ കയറി, യൂട്യൂബിൽ കയറി, ഫേസ്ബുക്കിൽ കയറി, ഫുള്ള് സോഷ്യൽ മീഡിയത്തിൽ ഇങ്ങനെ കയറി കളിക്കാൻ നിന്നാൽ പിന്നെ നമ്മളെ മനസ്സും മൈൻഡ് ഫുള്ളും അതിലേക്കാണ് ഉണ്ടാവുക. അടുത്ത വീഡിയോസ് ഇടാനുള്ള കണ്ടൻറ്റ് കണ്ടുപിടിക്കണം, പിന്നെ എത്ര ലൈക്ക് കയറി, എത്ര കമൻറ്റ് കിട്ടി, എത്ര വ്യൂ കയറി എന്നാൽ അഥവാ അതൊക്കെ താഴോട്ടാണെങ്കിൽ ഒരുപാട് ടെൻഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. യൂട്യൂബിൻ്റെ ഒരവസ്ഥ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഫുൾ ടൈം ഇതിൽ കയറി കളിക്കാൻ നിന്നാൽ പിന്നെ സമയം ഉണ്ടാവില്ല. നമ്മളെ മൈൻഡും മനസ്സും ഫുള്ളും അതിലേക്കാണ് ഉണ്ടാവുക. പിന്നെ നമ്മളെ നാവിൻ തുമ്പത്ത് എവിടെ നമുക്ക് ദിക്റ് ചെല്ലാനുള്ള മനസ്സുണ്ടാവുക. മനസ്സ് എന്ന് മാത്രമല്ല, ഓർമ്മ പോലും ഉണ്ടാവില്ല. നമ്മളെ ഓർമ്മ നഷ്ടപ്പെടും. പിന്നെ അതായത് ദിക്റ് ചെല്ലാനുള്ള ഓർമ്മ വരില്ല എന്ന്, നമ്മളെ ഈമാൻ കുറഞ്ഞു വരും.
ഫുള്ള് ഇതിലേക്കായാൽ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ സംസാരിക്കും. അല്ല വെറുതെ എന്തിനാന്ന്, നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക, അല്ലാതെ അതങ്ങ് ഒഴിവാക്കാന്നല്ലാണ്ട്. എന്തെങ്കിലും ശരിയും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ മനസ്സിനെ നമ്മളോട് പറഞ്ഞു തരുമല്ലോ, ഇതാണ് ശരി എന്നൊക്കെ. ഞാനെല്ലാം എൻ്റെ മനസ്സോടെ തന്നെയാണ് സംസാരിക്കാറ്. അങ്ങനെ തന്നെയാണ് എല്ലാവരും. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ആക്ക്. അങ്ങനെ മേലത്തെ പണികൾ അങ്ങനെ താഴെ കിച്ചണിൽ കയറി വന്നിട്ട് ചായക്കുള്ളം വെച്ചിട്ടുണ്ട്. പഴം ഇങ്ങനെ വളയിച്ചെടുക്കാനുണ്ട്. വൈകുന്നേരത്തെ ചായക്ക് എന്തെങ്കിലും ആയിട്ട് വേണമല്ലോ, വെറുതെ ചായ കുടിക്കാനും പറ്റില്ല. അതുകൊണ്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. യൂട്യൂബ് പിന്നെ ഞാനൊരു സൈഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് തരാം, നിങ്ങളോട് സംസാരിക്കുക. പിന്നെ അതിലും കൂടുതൽ നിങ്ങളെ കമൻറ്റ് വായിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ അതിൻ്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും വായിക്കും, റിപ്ലൈ ഒക്കെ തരും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഇങ്ങനെ അവതരണം കൊടുക്കാൻ ഇഷ്ടം തന്നെയാണ്. അവതരിപ്പിക്കൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്, എന്നാലും ഇഷ്ടം തന്നെയാണ്. വേറെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ വീഡിയോസ് കാണാൻ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ, അത് മതി. അങ്ങനെയാണ് യൂട്യൂബിൻ്റെ ഒരവസ്ഥ. വേറെ ഇതിലൊന്നും ഞാൻ അങ്ങനെ കയറില്ല. ഞാൻ ഒന്നിൽ കയറില്ല, യൂട്യൂബിൽ മാത്രം ഇങ്ങനെ കൂടുതലായിട്ട് കയറി നിൽക്കുക. അതന്നെ എൻ്റെ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ സിറാത്തുൽ ഇസ്ലാമിക് ബാലുശ്ശേരി എന്ന് പറഞ്ഞിട്ട് ഒരു മതപണ്ഡിതനുണ്ട്. അയാളുടെ പ്രഭാഷണം നിങ്ങൾ കേട്ട് നോക്കിയാട്ടെ മക്കളെ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക. നമുക്കറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒരാളിങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ ബാക്കോട്ട് പോവില്ല, മുന്നോട്ട് ഇങ്ങനെ പോവും. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിലോട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ള പ്രഭാഷണങ്ങളൊക്കെ കേട്ട് നോക്കും, മനസ്സിന് നല്ലൊരു സുഖമാണ്. എന്തോ ഒരു സുഖമെന്നറിയാവുക. ഒരു ടെൻഷന് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ദിക്റ് ചെല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓർമ്മിപ്പിക്കും ഈ ഒരു പ്രഭാഷണം കേട്ടാൽ. അയാളുടെ പേര് സിറാത്തുൽ ഇസ്ലാമിക് ബാലുശ്ശേരി എന്ന് പറഞ്ഞിട്ട്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചാന്ന്, ഒരു മാസിയ മിസ് എന്ന് പറഞ്ഞിട്ട് ഖത്തറിലുള്ളതാണ് ഒരു പെൺകുട്ടി. യൂട്യൂബിലൂടെ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടാണ്. അവളിപ്പോൾ എറണാകുളമാണ്. പിന്നെ അപ്പോൾ അവളാണെന്ന് പറഞ്ഞേ നല്ല അടിപൊളി പ്രഭാഷണമാണ് കേൾക്കണേന്ന് പറഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി. കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്തായാലും നമ്മൾ അതേപോലെ ചെയ്യും അത് കേട്ടാൽ. പൊതുവെയുള്ള കാര്യങ്ങൾ തന്നെയല്ലേ, എല്ലാം കേൾക്കുന്നതിന് എന്താപ്പോൾ കുഴപ്പം. ഇനി നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും പോയിട്ട് കേട്ട് നോക്കിക്കോ, നല്ലല്ലേ. അറിയുന്ന കാര്യങ്ങളുണ്ട്, അറിയാതെ കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ തന്നെയല്ലേ. പിന്നെ ഈ ഒരു അരി ഉണ്ടല്ലോ, ഈ ഒരു അരിൻ്റെ ചോറ് നല്ല രസമുണ്ട് മക്കളെ. എന്താണ് പേര്, അമൃത കുറുവ എന്നിട്ട് നല്ല ഉണ്ട്. ഞാൻ ഇന്നലെ നെസ്റ്റിൽ പകരം അവിടുന്ന് വാങ്ങിച്ച് അന്ന് 2 കിലോ അന്ന് വാങ്ങിച്ചിട്ട് അതിൻ്റെ ചോറ് കഴിക്കാൻ എന്താ രസം എന്നറിയാവാ. ഇങ്ങനെ മടുപ്പ് പിടിക്കില്ല, പിന്നെ കഴിക്കാൻ തോന്നും. നല്ല അടിപൊളി കുഞ്ഞു കുറവ, അമൃത കുറവ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെയല്ലേ പേര് വരുന്നത്. പോയി വാങ്ങിച്ച് നോക്ക്. ഇനി ഞാൻ എൻ്റെ ബക്കറ്റ് ഒന്ന് തുറന്ന് നോക്കട്ടെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവളെന്താണ് ബക്കറ്റിൽ കൊണ്ട് വെക്കാറുണ്ട്. ഒന്നുമല്ല, അതായത് നമ്മളെ ഒറോട്ടിപ്പൊടി ഉണ്ടല്ലോ, പത്തിലിൻ്റെ പൊടി, അത് ഞാൻ പിടിപ്പിച്ചിട്ട് ബക്കറ്റിലാണ് ഇട്ട് വെക്കാറ്. അവിടെ ആകുമ്പോൾ ഇങ്ങനെ ഗുമ്മ പോലെ അങ്ങ് നിൽക്കും. കുറേ നമ്മൾ പൊടിപ്പിച്ച് വെക്കുന്നില്ല, പക്ഷെ എനിക്ക് വേഗം കഴിയും. പത്തിൽ ഭയങ്കര ടേസ്റ്റ് അല്ലേ, തേങ്ങാപ്പാലെല്ലാം മുക്കിയിട്ട് കഴിക്കാൻ. ചിക്കൻ കറിയാണെങ്കിൽ പിന്നെ പറയാനില്ല, പിന്നെ മുളകിട്ട കറിയാണെങ്കിൽ സൂപ്പറായിരിക്കും. തേങ്ങാപ്പാലിൽ പത്തിൽ മുക്കിയിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് തീരും. ഞാൻ അതന്നെയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ മക്കളും നല്ല വൃത്തിക്ക് കഴിക്കും. അപ്പം ഇന്ന് എനിക്ക് ഇത് കഴുകിയിട്ട് ഉണക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയി കൊടുക്കണം. എന്നാൽ മാത്രമേ നാളെ പത്തിൽ കഴിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ റേഷൻ അരിയും അതേ അളവിൽ തന്നെയാണ് പച്ചരി എടുക്കുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പിടിപ്പിച്ച് നോക്കിയാട്ടെ, അടിപൊളിയായിരിക്കും പത്തിൽ കഴിക്കാൻ. മറ്റേ അരിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. പച്ചരി ഇതേ അളവിൽ തന്നെ എടുക്കണം, അതായത് റേഷൻ അരി എടുക്കുന്നത്. നിങ്ങളെങ്ങനെയാണ് പിടിക്കാറ് എന്നുള്ളത് അവിടെ കമൻ്റ് ആക്കിക്കൊള്ളി.
ഇനി ഇത് 4-5 പ്രാവശ്യം വെള്ളം മാറ്റി മാറ്റി ഇങ്ങനെ കഴുകി എടുക്കും. ഇത് കണ്ണൂർക്കാർക്കൊക്കെ അറിയ തന്നെയാണ്. കണ്ണൂർക്കാർ ഈ ഒരു ഭാഗം കാണേ ചെയ്യേണ്ട. ഇത് എന്നോട് ഒരു പാലക്കാടുള്ള ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലുള്ള ഇതാണ്. അവർ പറഞ്ഞ് പത്തിൽ ഭയങ്കര ടേസ്റ്റാണെന്ന് അവർക്കെല്ലാം അറിയാലുണ്ട്. എന്നോട് നിങ്ങൾ എങ്ങനെയാണ് പിന്നെ ഇതിങ്ങനെ പൊടിപ്പിക്കാറ് ഇത് ചോദിക്കാറുണ്ട്. അന്നേരം ഞാൻ സംഭവം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. ഇത് 4-5 പ്രാവശ്യം ഇങ്ങനെ വെള്ളം മാറ്റി മാറ്റി ഇങ്ങനെ കഴുകും. എന്നിട്ട് ചെമ്പിലേക്ക് മാറ്റും. എന്നിട്ട് നമ്മൾ പണ്ടിങ്ങനെ കന്നിക്കാലത്തിൽ ഇങ്ങനെ വാർക്കാറില്ലേ കുമ്പിട്ടിട്ട്, അതേപോലെയാണ് വാർക്കാട്ടോ. ഞാനിത് രാത്രിയാണ് ഇതേപോലെ ചെയ്യുക. എന്നിട്ട് ഉച്ചക്ക് മില്ല് പിന്നെ നമ്മളെ തൊട്ടടുത്ത് തന്നെയാണ്. ഉച്ചക്ക് ഒരു വൈകുന്നേരം ആകുമ്പോൾ ഇത് ഒരു പാക്കറ്റിലും മാറ്റിയിട്ട് മില്ലിൽ കൊണ്ടു കൊടുക്കും. അപ്പം നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഗൈസ്.